കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം 11ആയി. മഗഫിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ അപകടത്തിൽ 49 മരണം. ഗുരുതരമായി പൊള്ളലേറ്റ നിരവധി പേർ ചികിത്സയിൽ. ഹെൽപ്പ് ലൈൻ തുറന്ന ഇന്ത്യൻ എംബസി. കുവൈറ്റ് തീപിടുത്തത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മരിച്ച ഇന്ത്യക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ സഹായം പ്രഖ്യാപിച്ചു. നടപടികളെ ഏകോപിപ്പിക്കാൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഉടൻ കുവൈറ്റിലെത്തും. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച 9 മലയാളികളെ തിരിച്ചറിഞ്ഞു. ഔദ്യോഗിക സ്ഥിരീകരണം കിട്ടിയിട്ടില്ലെന്ന് നോർക്ക. മരിച്ച ആനയടി സ്വദേശി ഷമീർ ഇന്ന് പുലർച്ചെ വരെ ഫോണിൽ സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്നുവെന്ന് ബന്ധു 24നോട്. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചു മുഖ്യമന്ത്രി. ലോക കേരള സഭയ്ക്ക് മാറ്റമില്ല. ഉദ്ഘാടന സമ്മേളനവും പരിപാടികളും ഒഴിവാക്കി. ബഹ്റൈന്റെ തലസ്ഥാനമായ മനാമയിൽ തീപിടുത്തം. നിരവധി കടകൾ കത്തിനശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിയുമെന്ന സൂചന. ഇന്ത്യയെ നയിക്കേണ്ടതിനാൽ രാഹുലിന് വയനാട്ടിൽ നിൽക്കാനാകില്ലെന്ന് കെ സുധാകരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് വൻ സ്വീകരണം. ഭരണഘടനയെ തൊട്ടുകളിക്കരുതെന്ന് മോദിക്ക് ജനം മുന്നറിയിപ്പ് നൽകിയെന്ന് രാഹുൽ. പ്രിയങ്ക ഗാന്ധിയെ സ്വാഗതം ചെയ്ത് കൽപ്പറ്റയിൽ ഫ്ലക്സ് ബോർഡുകൾ. രാജ്യസഭാ സീറ്റ് വിഭജനത്തിന് പിന്നാലെ LDFൽ പൊട്ടിത്തെറി. മുന്നണിയിൽ നേരിടുന്നത് കടുത്ത അവഗണനയെന്ന് RJD. പാർട്ടിക്ക് മന്ത്രിസ്ഥാനം കിട്ടിയേ തീരൂവെന്ന് MV ശ്രേയാംസ് കുമാർ. കേന്ദ്രത്തിൽ BJPക്കൊപ്പവും കേരളത്തിൽ LDFനൊപ്പവും നിൽക്കുന്ന JDSന് വലിയ പരിഗണനയെന്നും പരിഹാസം. തന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്ന് ആവർത്തിച്ച് പന്തീരങ്കാവിലെ പെൺകുട്ടി. വെളിപ്പെടുത്തലിന് പിന്നിൽ സമ്മർദ്ദമില്ല. മർദ്ദനമേറ്റിട്ടില്ലെന്നും പോലീസ് സ്റ്റേഷനിലെയും ആശുപത്രികളിലെയും CCTV ദൃശ്യങ്ങളിൽ തെളിവുണ്ടെന്നും വിശദീകരണം. പിതാവിനെതിരെയും ആരോപണം. നുണപരിശോധനയ്ക്ക് തയ്യാറെന്നും പെൺകുട്ടി പുതിയ വീഡിയോയിൽ. കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പരാതിക്കാരി മൊഴി മാറ്റാനുണ്ടായ സാഹചര്യം പരിശോധിക്കുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. നേരത്തെ കണ്ടപ്പോൾ സമ്മർദ്ദമില്ലാതെയാണ് പെൺകുട്ടി കാര്യങ്ങൾ വിശദീകരിച്ചത്. വ്യക്തിത്വത്തിന് വില കൽപ്പിക്കണമെന്നും സതീദേവി. കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ശേഷം EK നായനാരുടെ വസതിയിലെത്തി സുരേഷ് ഗോപി. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ശാരദ ടീച്ചർ. സുരേഷ് ഗോപിയുമായുള്ളത് വർഷങ്ങളുടെ ബന്ധം. എയിംസ് വിഷയത്തിൽ MK രാഘവൻ MPക്ക് രാഷ്ട്രീയ ദുരുദ്ദേശമെന്ന് സുരേഷ് ഗോപി. വിമർശനം. കോഴിക്കോട്ട് നിന്ന് എയിംസ് മാറ്റാൻ നീക്കമെന്ന MK രാഘവന്റെ പ്രതികരണത്തിന് പിന്നാലെ. ആന്ധ്രയിലും ഒഡീഷയിലും പുതിയ സർക്കാരുകൾ അധികാരമേറ്റു. ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിൽ ജനസേനാ നേതാവ് പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രി. മോഹൻ ചരൺ മാഞ്ചിയുടെ നേതൃത്വത്തിൽ ഒഡീഷയിൽ 16 അംഗ BJP സർക്കാർ. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രിയും മുതിർന്ന കേന്ദ്രമന്ത്രിമാരും. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് സോഷ്യൽ മീഡിയ തിരിച്ചടി നേരിട്ടെന്ന് MV ജയരാജൻ. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇടതുപക്ഷമെന്ന വ്യാജേന ഇടതുവിരുദ്ധ പ്രചാരണം നടത്തുന്നുവെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി. പോരാളി ഷാജി, ചെങ്കതിർ തുടങ്ങിയ സമൂഹ മാധ്യമ കൂട്ടായ്മകൾക്ക് വിമർശനം. സൈബർ ഗ്രൂപ്പുകൾക്കെതിരായ MV ജയരാജന്റെ വിമർശനത്തിന് മറുപടിയുമായി പോരാളി ഷാജി ഫേസ്ബുക്ക് പേജ്. അങ്ങാടിയിൽ തോറ്റതിന് വീട്ടുകാരുടെ നെഞ്ചത്തെന്ന് പരിഹാസം. ജമ്മുകശ്മീരിൽ തുടർച്ചയായ 3-ാം ദിവസവും ഭീകരാക്രമണം. കത്തുവയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിനിടെ CRPF ജവാന് വീരമൃത്യു. ടോഡയിൽ വെടിവെപ്പിൽ 2 ജവാന്മാർക്ക് പരിക്ക്. ഒരു ഭീകരനെ വധിച്ചെന്ന് സൈന്യം. റിയാസിയിൽ തീർത്ഥാടകരുടെ വാഹനം ആക്രമിച്ച ഭീകരന്റെ രേഖാചിത്രം പുറത്തുവിട്ടു. മൂന്നാർ കയ്യേറ്റ കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക ദൗത്യ സംഘം. സർക്കാർ നിലപാട് അറിയിച്ചത് ഹൈക്കോടതിയിൽ. 42 വ്യാജ പട്ടയ കേസുകളിലെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കോടതി. മൂന്നാറിലും വാഗമണ്ണിലും വ്യാജ പട്ടയങ്ങൾ ഉപയോഗിച്ച് ഭൂമി കയ്യേറിയെന്നും നിരീക്ഷണം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിനായി ഓടയുടെ ഗതി മാറ്റിയെന്ന ആരോപണത്തിൽ രാഷ്ട്രീയ വിവാദം. വ്യാജ ആരോപണത്തിന് പിന്നിൽ വ്യക്തിവിരോധമെന്ന് ജോർജ് ജോസഫ്. കോൺഗ്രസ് ഓഫീസ് പുറംപോക്കിലെന്നും റോഡ് വീണ്ടും അളക്കണമെന്നും CPIM. കൊടുമണിൽ UDF ഹർത്താൽ. ഏഴംകുളം കൈപ്പട്ടൂർ റോഡിലെ ഓട നിർമ്മാണ വിവാദത്തിൽ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിനെ പിന്തുണച്ച CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഓട റോഡിനോട് ചേർന്ന് നിർമ്മിച്ചതെന്നാണ് ന്യായീകരണം. വിവാദങ്ങൾക്കിടെ പുതിയ മദ്യനയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബാർ ഉടമകളുമായുള്ള ചർച്ചയിലേക്ക് കടന്ന സർക്കാർ. എക്സൈസ് മന്ത്രി ബാർ ഉടമകളുമായി ചർച്ച നടത്തി. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡ്രൈ ഡേ ഒഴിവാക്കുന്നത് സർക്കാർ പരിഗണിച്ചേക്കില്ല.
തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്നതിന് വിലക്ക്. യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കത്തിൽ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാത്തതിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു ഹൈക്കോടതി. പള്ളികൾ കൈമാറാൻ ഒരു ശ്രമവും നടക്കാത്തത് സർക്കാരിന്റെ കഴിവുകേട്. യാക്കോബായ വിഭാഗത്തെ സമാധാനിപ്പിച്ചു നിർത്താനാണ് സർക്കാർ ശ്രമമെന്നും കോടതി. ഭവനരഹിതർക്ക് സ്നേഹവും കരുതലുമായി 24 കണക്ട്. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന ഫ്ലവേഴ്സ് ഹോംസ് ആദ്യ വീടിന്റെ തറക്കല്ലിടൽ നടന്നു. വീട് നൽകുന്നത് പെരുമ്പാവൂർ സ്വദേശി വിമൽ കുമാറിന്. ഫ്ലവേഴ്സ് ഹോംസ് പദ്ധതിയിൽ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്നത് 100 വീടുകൾ. ഇന്ത്യൻ മുൻ താരവും വിഖ്യാത പരിശീലകനുമായ TK ചാത്തുണ്ണി ഇനി ഓർമ്മ. അന്ത്യം. 79-ാം വയസ്സിൽ അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ. ഓർമ്മയായത് വമ്പൻ ടീമുകളെ പരിശീലിപ്പിച്ച പ്രതിഭ. കായിക മേഖലയ്ക്ക് വലിയ നഷ്ടമെന്ന് IM വിജയൻ. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും അപകടം. മത്സ്യബന്ധനത്തിനായി പോയ വള്ളം ശക്തമായ തിരയിൽപ്പെട്ട് 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. പുതുക്കുറിച്ചി സ്വദേശി നവാസിന്റെ ഉടമസ്ഥതയിലുള്ള യാസീൻ എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ വരുന്ന വാർത്തയിലേക്കാണ്. 2020 ലോകകപ്പിൽ 3ാം ജയത്തോടെ ഇന്ത്യ സൂപ്പർ 8-ൽ. അമേരിക്കയെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. 111 റൺസ് വിജയലക്ഷ്യം. 10 പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. സൂര്യകുമാർ യാദവ് പുറത്താകാതെ 50 റൺസ് എടുത്തു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി അനിൽ, സന്തോഷകരമായ വാർത്തയാണ്. എങ്ങനെയായിരുന്നു മത്സരം? മറ്റു വിശദാംശങ്ങൾ. കീർത്തന, 3 ജയത്തോടെ ഇന്ത്യ അങ്ങനെ സൂപ്പർ 8ലേക്ക് മുന്നേറിയിരിക്കുകയാണ്. അമേരിക്കയോട് ആദ്യഘട്ടത്തിൽ ഒന്ന് വിറച്ചെങ്കിൽ പോലും ഇന്ത്യ സൂര്യകുമാർ യാദവിന്റെയും ശുഭൻ ദുബെയുടെയും മികച്ച ഇന്നിംഗ്സിലൂടെ അങ്ങനെ വിജയലക്ഷ്യം മറികടക്കുകയാണ് ഉണ്ടായത്. 111 റൺസ് വിജയലക്ഷ്യം. 10 പന്ത് ബാക്കി നിൽക്കുകയാണ്. 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യ ജയിച്ചു കയറിയത്. തുടക്കത്തിൽ തന്നെ വിരാട് കോഹ്ലിയെ 0-നും നായകൻ രോഹിത് ശർമ്മയെ 3 റൺസിനും പുറത്തായി ഇന്ത്യ പതറിയിരുന്നു. വൈകാതെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തിളങ്ങിയ ഋഷഭ് പന്തും പുറത്തായി. അങ്ങനെ 39-3 എന്ന നിലയിൽ ഒരു പരുങ്ങലിലായിരുന്നു ഇന്ത്യ. പക്ഷേ ശിവം ദുബെയും സൂര്യകുമാർ യാദവും കൈകോർത്തോടുകൂടി ഇന്ത്യ അനായാസകരമായി ഈ വിജയലക്ഷ്യം മറികടന്നു. ഇരുവരും ചേർന്ന് 4ാം വിക്കറ്റിൽ 72 റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് കൂട്ടിച്ചേർത്തത്. ജയത്തോടുകൂടി പറഞ്ഞതുപോലെ ഇന്ത്യ സൂപ്പർ 8ലേക്ക് മുന്നേറിയത്. ഇന്ത്യയുടെ ഈ വിജയത്തിലും ക്രെഡിറ്റ് ബൗളർമാർക്ക് തന്നെയാണ് നൽകേണ്ടത്. അമേരിക്കയെ ചെറിയ സ്കോറിൽ പിടിച്ചു കിട്ടിയത് ബൗളർമാരുടെ മികവിലാണ്. ഹർഷദീപ് സിംഗ് 4 വിക്കറ്റ് എടുത്തപ്പോൾ ഹാർദിക് പാണ്ഡ്യ 2 വിക്കറ്റും വീഴ്ത്തി. ഇനി ഇന്ത്യക്ക് ഗ്രൂപ്പിൽ ഒരു മത്സരം കൂടിയാണ് ബാക്കിയുള്ളത്. അത് കാനഡയ്ക്കെതിരെയാണ്. 15-നാണ് ആ മത്സരം നടക്കുക. കീർത്തന, ശരി. 2020-ൽ ഇന്ത്യ സൂപ്പർ 8-ൽ അമേരിക്കയെ പരാജയപ്പെടുത്തി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. തിരികെ 100 ന്യൂസിലേക്ക്. നീറ്റ് UG കൗൺസിലിംഗിന് സ്റ്റേ ഇല്ല. മറുപടി ഫയൽ ചെയ്യാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ജൂലൈ 5 വരെ സമയം അനുവദിച്ച് ഡൽഹി ഹൈക്കോടതി. എല്ലാ കേസുകളും സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് NTA ഹർജി നൽകും. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഈ മാസം 24-ന്. 24, 25 തീയതികളിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യും. 26-ന് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ജൂലൈ 3 വരെയാണ് സമ്മേളനം. എറണാകുളം വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച കേസിൽ അടുത്ത ബന്ധു അടക്കം 2 പേർ കസ്റ്റഡിയിൽ. ഓട്ടോ ഡ്രൈവർ ജയ്ക്കെതിരെ ഉണ്ടായത് കൊട്ടേഷൻ ആക്രമണം. കുടുംബ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യമെന്ന് പോലീസ്. വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത വനിതാ കമ്മീഷൻ. സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. പെരിയാറിൽ മീനുകൾ ചത്തുപൊങ്ങിയതിൽ 13.5 കോടി രൂപയുടെ നഷ്ടമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ. മത്സ്യകർഷകർക്ക് നഷ്ടപരിഹാരം എപ്പോൾ നൽകുമെന്ന് പറയാൻ കഴിയില്ലെന്നും മന്ത്രി. മീനുകൾ ചത്തത് രാസമാലിന്യം പുഴയിൽ കലർന്നതുകൊണ്ടാണെന്ന് ഉറപ്പിച്ചിട്ടില്ലെന്നും മന്ത്രി നിയമസഭയിൽ. പാലക്കാട് മണ്ണാർക്കാട് കണ്ടമംഗലത്ത് കാട്ടാനക്കൂട്ടമിറങ്ങി. 7 കാട്ടാനകളാണ് ജനവാസ മേഖലയിലെത്തിയത്. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കൊല്ലം തെന്മല ഒറ്റയ്ക്കൽ ജനവാസ മേഖലയിലും കാട്ടാനയിറങ്ങി. എറണാകുളം പറവൂരിൽ യുവാവ് കുത്തേറ്റു മരിച്ച സംഭവത്തിൽ ഭാര്യ അറസ്റ്റിൽ. പറവൂർ സ്വദേശി സിബിന്റെ മരണത്തിൽ ഭാര്യ രമണിയെയാണ് അറസ്റ്റ് ചെയ്തത്. വഴക്കിനിടെ രമണി സിബിനെ കത്രിക കൊണ്ട് കുത്തുകയായിരുന്നു. പൂനെയിൽ യുവതിയെ കാറിടിക്കുന്ന ദൃശ്യം വൈറലായതോടെ കേസെടുത്ത് പോലീസ്. കാർ ഡ്രൈവർക്കെതിരെ പരാതി എഴുതി വാങ്ങി. കേസെടുത്തത് കഴിഞ്ഞ മാസം 23-ന് നടന്ന സംഭവത്തിൽ. വിദ്യാർത്ഥിനിയുടെ തലമുടി ഷവർമ മെഷീനിൽ കുടുങ്ങി. തിരുവനന്തപുരം പാളയം നൂർമഹൽ ഹോട്ടലിലാണ് സംഭവം. നിലമ്പൽ NSS കോളേജ് വിദ്യാർത്ഥിനി അധീഷയുടെ മുടിയാണ് കുടുങ്ങിയത്. ഫയർഫോഴ്സ് എത്തി മുടി മുറിച്ച് വിദ്യാർത്ഥിനിയെ രക്ഷിച്ചു.
പ്രാണ ഇൻസൈറ്റ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടി ആശാ ശരത്തിന് ആശ്വാസം. ആശാ ശരത്തിനെതിരായ കേസിലെ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കൊട്ടാരക്കര പോലീസ് എടുത്ത കേസിലെ നടപടികളാണ് സ്റ്റേ ചെയ്തത്. ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസിൽ കൂടുതൽ സ്വത്ത് മരവിപ്പിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കഴിഞ്ഞ ദിവസം നടന്ന രാജ്യവ്യാപക റെയ്ഡിന് പിന്നാലെയാണ് 32 കോടി രൂപയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചത്. 212 കോടി രൂപയുടെ സ്വത്തുക്കൾ നേരത്തെ മരവിപ്പിച്ചിരുന്നു. തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ CPI നേതാവ് അറസ്റ്റിൽ. കള്ളിക്കാട് ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി രാജേന്ദ്രനാണ് പിടിയിലായത്. രാജേന്ദ്രന്റെ വീട്ടിൽ ട്യൂഷൻ എത്തിയതായിരുന്നു കുട്ടി. പ്രവാസി മലയാളി ഫോറം മാധ്യമ അവാർഡ് 24-ന്. മികച്ച പ്രവാസി കാര്യപരിപാടിക്ക് 24 അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ക്രിസ്റ്റീന ചെറിയാന് പുരസ്കാരം. അമേരിക്കൻ ഡയലോഗ് എന്ന പരിപാടിയാണ് പുരസ്കാരത്തിന് അർഹയാക്കിയത്. നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ അവാർഡ് വിതരണം ചെയ്യും. തിരുവനന്തപുരം വർക്കല ചിലക്കൂരിൽ ശക്തമായ കാറ്റിൽ വൻ നാശനഷ്ടം. 40ഓളം വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ആളപായമില്ല. ഇടുക്കി വെള്ളയാങ്കുടിയിൽ KSRTC ബസ്സും ടെമ്പോയും കൂട്ടിയിടിച്ച അപകടം. ടെമ്പോ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കട്ടപ്പനയിൽ നിന്ന് തൊടുപുഴയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ് ടെമ്പോയിൽ ഇടിക്കുകയായിരുന്നു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും തിരുവനന്തപുരം പ്രസ് ക്ലബ് ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ സിബി കാട്ടാമ്പള്ളി അന്തരിച്ചു. 63 വയസ്സായിരുന്നു. കൊട്ടാരക്കര താലൂക്ക് ഓഫീസിലെ കൈക്കൂലി കേസിൽ നിർണായക വിവരങ്ങൾ വിജിലൻസിന്. മുൻ തഹസിൽദാർ അജികുമാർ കമ്പ്യൂട്ടർ രേഖകളിൽ ഉൾപ്പെടെ തിരിമറി നടത്തിയതായി കണ്ടെത്തൽ. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് റവന്യൂ വിജിലൻസും. കൊല്ലത്ത് വജ്രവ്യാപാരിയെ ആക്രമിച്ച് വജ്രാഭരണങ്ങൾ കവർന്ന കേസിൽ പോലീസ് ലോഡ്ജ് വളഞ്ഞ് പിടികൂടി. 5 പ്രതികളെ കൊല്ലം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത് എടപ്പാളിൽ നിന്ന്. തൃശൂർ സ്വദേശിയായ വജ്രവ്യാപാരിയിൽ നിന്ന് ആഭരണങ്ങൾ തട്ടിയെടുത്തത് കൊല്ലത്തേക്ക് വിളിച്ചുവരുത്തി ആക്രമിച്ചു. പത്തനംതിട്ട റാന്നി മാമുക്കു ജംഗ്ഷനിൽ ബസ്സിന് പിന്നിൽ ബൈക്ക് ഇടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് നാറാണംമൂഴി സ്വദേശി അലൻ, 20 വയസ്സായിരുന്നു. പെരുമ്പാവൂർ തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും പത്തനംതിട്ട മെഴുവേലി കാവുംപടി കുടുംബക്ഷേത്രത്തിലും മോഷണം. തൃക്കളത്തൂരിൽ മൊബൈൽ ഫോണും 1 കിലോഗ്രാമിലേറെ തൂക്കം വരുന്ന നാണയങ്ങളും നഷ്ടപ്പെട്ടു. മെഴുവേലിയിൽ മോഷ്ടാക്കൾ കാണിക്ക വഞ്ചി പൊട്ടിച്ചു. അന്വേഷണം ആരംഭിച്ചു പോലീസ്. കോഴിക്കോട് കഞ്ചാവുമായി 2 അതിഥി തൊഴിലാളികൾ പിടിയിൽ. 4.5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. അറസ്റ്റിലായത് ബംഗാൾ സ്വദേശികളായ അബ്ദുൾ ഷുക്കൂറും റഫീഖുൽ ഇസ്ലാമും. മലപ്പുറം കുറ്റിപ്പുറത്ത് KSRTC ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. മരിച്ചത് സ്കൂട്ടർ യാത്രികയായ വളാഞ്ചേരി കാവുംപുറം സ്വദേശി സിറാജുനീസ. കൂടെയുണ്ടായിരുന്ന യുവതിക്ക് പരിക്ക്. കണ്ണൂർ തോട്ടടയിൽ വാഹനാപകടം. കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ കടയിലേക്ക് ഇടിച്ചു കയറി. കാർ ഇടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീണു. സിനിമ, ബിസിനസ്, മാധ്യമ മേഖലകളിൽ ശ്രദ്ധേയരായവരെ ആദരിക്കുന്നതിനായി മണപ്പുറം ഫിനാൻസും പെഗാസസ് ഗ്രൂപ്പും ചേർന്ന് ഏർപ്പെടുത്തിയിട്ടുള്ള VPN IBE അവാർഡ് ഗോകുലം ഗോപാലിന് സമ്മാനിച്ചു. കൊച്ചിയിലെ ലേ മെറിഡിയനിൽ നടന്ന ചടങ്ങിൽ മണപ്പുറം ഫിനാൻസ് MDയും CEOയുമായ VP നന്ദകുമാർ പ്രശസ്തി പത്രവും ഫലകവും നൽകി. പെഗാസസ് ചെയർമാൻ അജിത് രവി ചടങ്ങിൽ സന്നിഹിതനായി. പ്രധാന അറിയിപ്പുകൾ. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിൽ താൽക്കാലിക നിയമനം. അഭിമുഖം ഈ മാസം 21-ന്. വിവരങ്ങൾ വെബ്സൈറ്റിൽ. തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ MSc ബയോടെക്നോളജി കോഴ്സ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 26. കേന്ദ്ര അർദ്ധ സൈനിക വിഭാഗങ്ങളിലെ 1526 ഒഴിവിലേക്ക് BSF റിക്രൂട്ട്മെന്റ് നടത്തുന്നു. ജൂലൈ 8 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. കായിക താരങ്ങൾക്കായി കരസേനയിൽ സ്പോർട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കും. സെപ്റ്റംബർ 30 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. ദേശീയ വാർത്തകൾ. രാജ്യത്ത് വീണ്ടും മനുഷ്യരിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന. പശ്ചിമ ബംഗാളിൽ 4 വയസ്സുകാരിക്ക് സ്ഥിരീകരിച്ചത് N9N2 വൈറസ് മൂലമുണ്ടാകുന്ന പക്ഷിപ്പനി. ഇതിനു മുമ്പ് 2019-ലാണ് ഇന്ത്യയിൽ പക്ഷിപ്പനി മനുഷ്യരിൽ സ്ഥിരീകരിക്കുന്നത്. തമിഴ്നാട് BJP നേതാവും തെലങ്കാന മുൻ ഗവർണറുമായ തമിഴിസൈ സൗന്ദരരാജന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരസ്യശാസന. ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെയാണ് സംഭവം. BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലയ്ക്കെതിരെ പരസ്യാരോപണങ്ങൾ ഉന്നയിച്ചതിലാണ് ശാസനയെന്ന് സൂചന.
ബീഹാറിലെ ചപ്രയിൽ പിതാവും മകനും വെടിയേറ്റു മരിച്ചു. ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ അജ്ഞാതരായ അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു. പോലീസ് അന്വേഷണം തുടങ്ങി. രേണുകാസ്വാമി കൊലക്കേസിൽ കന്നഡ സൂപ്പർ താരം ദർശൻ തൊഗുദീപ രണ്ടാം പ്രതി. പെൺസുഹൃത്തും നടിയുമായ പവിത്ര ഗൌഡ ഒന്നാം പ്രതി. പ്രതികളുമായി തെളിവെടുപ്പ്. രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയത് പവിത്രയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചതിന്റെ പേരിൽ. മഹാരാഷ്ട്രയിലെ ഡോംബിവലിയിൽ വൻ തീപിടുത്തം. കെമിക്കൽ ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായമില്ല. രാജ്യത്തെ കർഷകരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിളനാശമുണ്ടായ കർഷകർക്കുള്ള നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും ശിവരാജ് സിംഗ് ചൌഹാൻ. ഡൽഹി ജലക്ഷാമത്തിൽ സർക്കാരിന് സുപ്രീം കോടതിയുടെ വിമർശനം. ടാങ്കർ മാഫിയയ്ക്കെതിരെ സർക്കാർ എന്ത് നടപടിയെടുത്തെന്ന് കോടതിയുടെ ചോദ്യം. ജലക്ഷാമം തടയുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശം. G7 ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നാളെ ഇറ്റലിയിലേക്ക്. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന G7 രാഷ്ട്രതലവന്മാരുടെ വാർഷിക ഉച്ചകോടിയിൽ പ്രത്യേക ക്ഷണിതാവായി മോദി പങ്കെടുക്കും. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ ബസ് അപകടത്തിൽ 3 മരണം, 14 പേർക്ക് പരിക്കേറ്റു, 12 പേരുടെ നില ഗുരുതരം. 3 വർഷത്തിനകം ഇന്ത്യ ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് ലോകബാങ്ക്. 6.7% സ്ഥിരമായ വളർച്ച കൈവരിക്കുമെന്ന് റിപ്പോർട്ടിൽ. ജമ്മുകശ്മീരിലെ ടോഡ ഗലി മേഖലയിൽ വൻ തീപിടുത്തം. ആളപായമില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തീയണച്ചു. രാജ്യാന്തര വാർത്തകൾ. UK-യിൽ പ്രവാസികളായ 6 ജനാധിപത്യ അനുകൂല പ്രവർത്തകരുടെ പാസ്പോർട്ട് റദ്ദാക്കി ഹോങ്കോങ്. മുൻ നിയമസഭാംഗമായ നഥാൻ ലോ ഉൾപ്പെടെയുള്ള 6 പേരെ ബിസിനസ് ഇടപാടുകളിൽ നിന്നും സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും വിലക്കി. 2023 കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ ഗണ്യമായി കൂടിയെന്ന് ഐക്യരാഷ്ട്രസഭ. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളിൽ 21% വർധനയെന്ന് UN റിപ്പോർട്ട്. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾക്ക് ഇസ്രായേൽ സേന UN കരിമ്പട്ടികയിൽ. ആഫ്രിക്കയിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ ബോട്ട് മുങ്ങി മരിച്ചവരുടെ എണ്ണം 49ആയി. ബോട്ടിലുണ്ടായിരുന്നത് കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നുള്ള 260 പേർ. 71 പേരെ രക്ഷപ്പെടുത്തി. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടു. ലെബനൻ ഇസ്രായേൽ ഏറ്റുമുട്ടലിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 458 പേർ. വടക്കു പടിഞ്ഞാറൻ നൈജീരിയയിലെ യാർഗോജെ ഗ്രാമത്തിൽ തോക്കുധാരികൾ 25 പേരെ വധിച്ചു. നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയതായി റിപ്പോർട്ട്. യുക്രൈന് പാട്രിയറ്റ് മിസൈലുകൾ നൽകാനൊരുങ്ങി അമേരിക്ക. മിസൈലുകൾ നൽകാനുള്ള തീരുമാനത്തിന് US പ്രസിഡന്റ് ജോ ബൈഡന്റെ അംഗീകാരം. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് നടപടി. കോങ്കോയുടെ കിഴക്കൻ ഭാഗത്ത് തീവ്രവാദികൾ 41 ഗ്രാമീണരെ വധിച്ചു. ആക്രമണമുണ്ടായത് ബേനി ഗ്രാമത്തിൽ. ADF എന്ന ഭീകര സംഘടനയാണ് ആക്രമണത്തിന് പിന്നിൽ. യൂറോപ്പിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നു. ജാഗ്രതാ നിർദ്ദേശവുമായി UN ആരോഗ്യ ഏജൻസി. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ നിർദ്ദേശം. ഫ്രാൻസിലെ മൗറസ് മാസിഫിൽ കാട്ടുതീ വ്യാപിക്കുന്നു. 600 ഹെക്ടറോളം വനഭൂമി കത്തിനശിച്ചു. തീയണയ്ക്കാനുള്ള തീവ്രശ്രമത്തിൽ അഗ്നിരക്ഷാസേന. തായ്വാൻ മേഖലയിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. 13 ചൈനീസ് സൈനിക വിമാനങ്ങളും 9 നാവിക കപ്പലുകളും രാജ്യാതിർത്തിയിലെത്തിയതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി. പവന് 240 രൂപ കൂടി 52,920 രൂപയായി. ഗ്രാമിന് 30 രൂപ കൂടി 6,615 രൂപയായി. വീണ്ടും സ്വർണം വാങ്ങാൻ തീരുമാനിച്ച് ചൈനീസ് കേന്ദ്ര ബാങ്ക്. വില കുറഞ്ഞത് വീണ്ടും ചൈനയെ സ്വർണം വാങ്ങാൻ പ്രേരിപ്പിക്കുമെന്ന് വിദഗ്ധർ. 18 മാസത്തെ സ്വർണം വാങ്ങലിന് ശേഷം ചൈന പിൻവാങ്ങിയത് വിലയിടിവിന് കാരണമായിരുന്നു. നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ദേശീയ ഓഹരി വിപണി മേധാവിയുടെ പേരിൽ വ്യാജ വീഡിയോ. NSE ലോഗോ ഉൾപ്പെടുത്തി ആശിഷ് കുമാർ ചൌഹാന്റെ പേരിൽ നിക്ഷേപക ഉപദേശ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് NSE. വ്യാജ വീഡിയോ കണ്ട് നിക്ഷേപം നടത്തി വഞ്ചിതരാകരുതെന്ന് നിക്ഷേപകർക്ക് മുന്നറിയിപ്പ്. ഗൂഗിൾ പേയ്ക്കും ഫോൺ പേയ്ക്കും വെല്ലുവിളിയായി അംബാനിയുടെ പേയ്മെന്റ് ആപ്പ് വരുന്നു. ജിയോ ഫിനാൻസ് സർവീസിന്റെ കീഴിലാണ് പുതിയ ആപ്പ് പുറത്തിറക്കുക. എല്ലാ തരത്തിലുമുള്ള ഡിജിറ്റൽ പേയ്മെന്റ് ബാങ്കിംഗ് സംവിധാനങ്ങളും ഉൾപ്പെടുന്നതാണ് ആപ്പെന്ന് കമ്പനി. മുൻ ടെലിവിഷൻ അവതാരകനും അനലിസ്റ്റിനും വിപണിയിൽ നിന്ന് 5 വർഷം വിലക്കേർപ്പെടുത്തി സെബി. പ്രദീപ് പാണ്ഡെയും അൽപേഷ് ഫുരിയെയും 1 കോടി രൂപ വീതം പിഴയടയ്ക്കണം. നടപടി TV സ്റ്റോക്ക് ശുപാർശകൾ വഞ്ചനാപരമായ ഇടപാടുകൾക്ക് ഉപയോഗിച്ചതിന്.
ലിംഗസമത്വത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യങ്ങളുടെ പട്ടിക പുറത്തിറക്കി. ലിംഗ അസമത്വ സൂചികയിൽ ഇന്ത്യ 129 സ്ഥാനത്തേക്ക് താഴ്ന്നു. പട്ടികയിൽ ഐസ്ലൻഡ് ഒന്നാമത്. ഫിൻലൻഡും നോർവേയും ന്യൂസിലാൻഡും സ്വീഡനും മുൻനിരയിൽ. കായിക വാർത്തകൾ. 2020 ലോകകപ്പിൽ ഓസ്ട്രേലിയ സൂപ്പർ 8-ൽ നമീബിയയെ 9 വിക്കറ്റിന് തകർത്തു. 73 റൺസ് വിജയലക്ഷ്യം. വെറും 5.4 ഓവറിൽ ഓസീസ് മറികടന്നു. 2020 ലോകകപ്പിലെ ശ്രീലങ്ക നേപ്പാൾ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ടോസ് പോലും ഇടാനാവാതെയാണ് മത്സരം ഉപേക്ഷിച്ചത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകനായി എറിക് ടെൻ ഹാഗ് തുടരും. എഫ് കപ്പിന്റെ ജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ടെൻ ഹാഗിനെ നിലനിർത്താനുള്ള തീരുമാനം. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലെ ഖത്തറിന്റെ വിവാദ ഗോൾ ഇന്ത്യൻ താരങ്ങളോടുള്ള അനീതിയെന്ന് പരിശീലകൻ ഇഗോർ സ്റ്റിമാക്. ഫിഫയെ കുറ്റപ്പെടുത്താനില്ലെന്നും എന്നാൽ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ലെന്നും ഇന്ത്യൻ പരിശീലകൻ. ക്ലബ്ബ് വിട്ടിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിനോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ച മുൻ പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ച്. ആനപ്രതിമയോടൊപ്പമുള്ള ചിത്രം KBFC എന്ന ടെക്സ്റ്റോടുകൂടിയാണ് ഇവാൻ പങ്കുവച്ചിരിക്കുന്നത്. കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായുള്ള സൗഹൃദ മത്സരത്തിൽ ബ്രസീൽ നാളെ അമേരിക്കയെ നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 4:00-ക്കാണ് മത്സരം. കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. സുരാജ് വെഞ്ഞാറമൂടും വിനായകനും ഒന്നിക്കുന്ന ചിത്രം തെക്ക് വടക്കിന്റെ ടീസർ പുറത്തിറങ്ങി. കോട്ടയം രമേശ്, മെറിൻ ജോസ്, മെൽവിൻ ജി ബാബു, ഷമീർ ഖാൻ, വിനീത് വിശ്വം തുടങ്ങിയവരാണ് മറ്റു കഥാപാത്രങ്ങളായി എത്തുക. ആസിഫ് അലി, സുരാജ് വെഞ്ഞാറമൂട് കോംബോ വീണ്ടും ഒന്നിക്കുന്നു. അഡിയോസ് അമിഗോ എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ നഹാസ് നാസറാണ്. മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തെന്നിന്ത്യൻ താരം സാമന്ത നായിക. ആദ്യമായാണ് സാമന്ത മലയാള ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ഹോളിവുഡ് ചിത്രം വെനം ദി ലാസ്റ്റ് ഡാൻസ് ഒക്ടോബർ 25-ന് റിലീസ് ചെയ്യും. കെല്ലി മാസിലാണ് സംവിധാനം. വൈറൽ ട്രെൻഡ്സ്. അന്യനാട്ടുകാർ നമ്മുടെ പാട്ടുകളിൽ നൃത്തം ചെയ്യുന്നത് കാണുമ്പോൾ കൗതുകം തോന്നാറില്ലേ? ഇന്ത്യ ചുറ്റിക്കാണാൻ വന്ന ജർമ്മൻ നൈജീരിയൻ നർത്തകനായ നോയൽ റോബിൻസന്റെ അടിപൊളി നൃത്തമാണ് ഇപ്പോൾ വൈറൽ. സമൂഹമാധ്യമങ്ങളിൽ വൈറലായി കൊച്ചു പെൺകുട്ടിയുടെ വെള്ളക്കെട്ടിലൂടെയുള്ള സൈക്കിൾ യാത്ര. ഫാക്ട് ചെക്ക്. ഇസ്രയേൽ ആക്രമണത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടി മാതാപിതാക്കളുടെ ശവകുടീരത്തിന് സമീപം ഉറങ്ങുന്നുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. സൗദി അറേബ്യയിലെ ഫോട്ടോഗ്രാഫർ ഒരു കലാ പ്രൊജക്ടിന്റെ ഭാഗമായി 2014 എടുത്ത ചിത്രമാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. നാളത്തെ വാർത്തകൾ. ലോക കേരളം ഓൺലൈൻ പോർട്ടൽ ഉദ്ഘാടനം നാളെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം കോലഞ്ചേരിയിലെ പഴന്തോട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല ഫിഷ് പ്രോസസിംഗ് വിഭാഗത്തിലെ ഗസ്റ്റ് ഫാക്കൽറ്റി ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 10-ന്. കോട്ടയം ചങ്ങനാശ്ശേരി ഡിവിഷനിൽ നാളെ ഡാക് അദാലത്ത്. തപാൽ സേവനങ്ങൾ സംബന്ധിച്ച പരാതികൾ, സേവനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എന്നിവ പരിഗണിക്കും. യുവജന കമ്മീഷൻ ഓഫീസിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെ. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഹരിയാനയിലെ പാനിപ്പത്തിലെ ബ്ലാങ്കറ്റ് നിർമ്മാണ ഫാക്ടറിയിൽ തീപിടുത്തം. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ആളപായമില്ല. ഹരിയാന ഗുരുഗ്രാമിൽ ഖരമാലിന്യ നിരോധനം. നടപടി നഗരത്തിൽ ആശങ്കാജനകമാകും വിധം മാലിന്യം കുന്നുകൂടിയതിനെ തുടർന്ന്. 100 ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.